ബെഡ് വെറ്റിങ് അല്ലെങ്കിൽ അറിയാതെ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കുന്ന ഒരു ലക്ഷണമുള്ള കുട്ടികളിൽ നമ്മൾ പലപ്പോഴും അവർക്ക് കൊടുക്കുന്ന ഒരു എക്സസൈസ് ഉണ്ട്. അവർക്ക് പലപ്പോഴും അവരുടെ യൂറിനറി ബ്ലാഡറിന്റെ കപ്പാസിറ്റി കുറവുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ യൂറിത്രൽ സ്ഫിങ്ക്ചറിന്റെ ഒരു കപ്പാസിറ്റി കുറവൊക്കെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണ് പറയുന്നത്. അത് അവര് മൂത്രം ഒഴിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മൂത്രം ഒഴിക്കുന്നത് നിർത്താൻ പറയാം. എന്നിട്ട് പിന്നെ അപ്പം തന്നെ മൂത്രമൊഴിക്കാൻ പറയാം. ഇങ്ങനെ 2-3 പ്രാവശ്യം, ഒരു പ്രാവശ്യം മൂത്രമൊഴിക്കുന്നത് വഴി തന്നെ ആ ഒരു എക്സസൈസ് അവർക്ക് നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അവരോട് ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ബ്ലാഡറിന്റെ ഒരു കപ്പാസിറ്റിയും അതുപോലെ തന്നെ ഈ ഒരു സ്ഫിങ്ക്ചറിന്റെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ശേഷിയൊക്കെ വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. ഇത്തരത്തിൽ ബെഡ് വെയിറ്റിംഗ് ഉള്ള കുട്ടികളിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഒരു മെന്റൽ ഒരു ചെറിയ ടെൻഷനോ അങ്ങനെ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണാറുണ്ട്. ഇനി അവർക്ക് ഉറങ്ങാൻ പോകുമ്പോൾ തന്നെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്, ഇനി മൂത്രം ഒഴിക്കും എന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ട് കൊണ്ട്. അത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സൈക്കോളജിക്കൽ എക്സസൈസ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. അവരുടെ മനസ്സിൽ തന്നെ നമ്മളൊരു 10 പ്രാവശ്യം ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഇന്ന് ഞാൻ മൂത്രം ഒഴിക്കില്ല ഇന്ന് അതുപോലെ ഉണ്ടാവില്ല എന്നുള്ളൊരു തോട്ട് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ അവരുടെ മൈൻഡിൽ തന്നെ ഒരു റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാനും ഇതുപോലെ ഒരു അഡ്വൈസ് കൊടുക്കാറുണ്ട്. ഇത്തരത്തിലുള്ള എക്സസൈസുകളൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു എഫക്റ്റീവായിട്ട് നമുക്ക് കാണാറുണ്ട്.